വളരെ ക്രൂരനായ ഒരച്ഛൻ, ആ അച്ഛൻ്റെ സ്വഭാവത്തിൽ നിന്ന് വളർന്നു വന്നൊരു മകൻ, അയാളാണ് ഹിറ്റ്ലർ. നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ക്രൂരത അയാളുടെ ലൈഫിൽ മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ട്. എത്രയോ ആൾക്കാരെ പിടിച്ചു വെച്ച് ഭയങ്കര ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ക്രൂരതയുടെ പര്യായം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹിറ്റ്ലറിൻ്റെ പേരറിയും. ഇങ്ങനെയുള്ളൊരു സ്വഭാവം പൊതുവേ നമ്മൾ കാണാറുണ്ട് ചില പേരൻസിനൊക്കെ. ആ ഒരു അവസ്ഥനെ പറയുന്ന പേരാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ടാവും മിക്ക അപ്പന്മാരൊക്കെ ഈ ഒരു ട്രൈറ്റ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചാക്കോ മാഷ് എക്സാക്ട്ലി ദ സെയിം ബിഹേവിയർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം വന്നു കഴിയുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന ഇമ്പാക്ട്സും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവർ നാർസിസ്റ്റിക് ആണെന്ന് തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഈ നോർമൽ കേസിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാരുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു ചേഞ്ച്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർ ഓൾവേസ് ദ ഗ്രാൻഡിയോസ് എന്ന് വെച്ചാൽ അവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഭയങ്കര സെൽഫ് എസ്റ്റീം ആയിരിക്കും. അതായത് അവരുടെ സക്സസ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഞാൻ വളർന്നത് എങ്ങനെയാണ്, ഞാൻ തനിച്ചാണ് വളർന്നത്, ഞാൻ തനിച്ച് വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട, ഐ മാനേജ്ഡ് മൈസെൽഫ് എന്ന രീതിയിലേക്ക് അവർ പെരുമാറും. അപ്പോൾ ആ ഒരു സെയിം ട്രെയ്റ്റ് തന്നെ മക്കളിലേക്ക് കൊടുക്കാൻ വേണ്ടി പറയും, നീയും ഇങ്ങനെയാണ് വളരേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നൊരു ക്ലയൻറ്റും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾ റീമാരീഡ് ആണ്. ആദ്യത്തെ മാരേജിലുണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ പ്രശ്നം വെച്ചാൽ അവൻ ഒരു രീതിയിലും ഇദ്ദേഹത്തെ റിസീവ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. എപ്പോഴും പറയും, നീ ഒരു പൊട്ടനാണ്, നിന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ വളർന്ന കണ്ടോ, ഞാൻ തനിച്ചാണ് വളർന്നത്, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളാണ്, നിനക്കൊന്നും പഠിക്കാൻ പോലും പറ്റത്തില്ല, നീ പഠിക്കാതിരിക്കുമ്പോൾ നീ ഓരോ ദിവസം ചെല്ലുന്നതോടെ നീ പരാജയത്തിലേക്ക് പോവും, നീ അട്ടർ വേസ്റ്റാണ് എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അറിയില്ല ഇയാൾ നാർസിസ്റ്റിക് ആണെന്ന്, കൊച്ചിനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ലായിരുന്നു. ഞാൻ തെറാപ്പി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, ദിസ് ഇസ് എ കണ്ടീഷൻ. ആദ്യം അയാളെ ഇരുത്തിയിട്ടല്ല, പിന്നീട് മക്കളെയൊക്കെ ഇരുത്തിയതിന് ശേഷം സംസാരിച്ചതിന് ശേഷമാണ് സെക്കൻഡ് ഫേസിലാണ് ആളെ ആദ്യം അറിയിച്ചത് ഇദ്ദേഹം ഒരു നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളാണെന്നുള്ളത്. സോ അയാളുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർ എപ്പോഴും ഹാർഷായിട്ട് വാക്കുകളായിരിക്കും മക്കളോട് പറയാം. അതായത് അടിച്ചിരുത്തുക എന്ന് പറയത്തില്ലേ, കാരണം എപ്പോഴും ഒരു കൺട്രോൾഡ് നേച്ചർ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർക്കുണ്ടാവും. ഇവർ ക്രൂരമായിട്ട് മക്കളെ മർദ്ദിക്കാനും സാധ്യതകളുണ്ട്. ചില കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിയിട്ട് അടിക്കുന്ന, ചാക്കോ മാഷിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആടുതോമനെ കെട്ടിയിട്ട് അടിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഉപ്പുകല്ലിൽ നിർത്തുക, ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. എനിക്ക് അറിയാവുന്നൊരു വ്യക്തി, ഇയാളുടെ കൊച്ച്, അവൻ നല്ല മിടുക്കൻ പയ്യനാണ്, പക്ഷേ അനുസരണക്കേട് കാണിക്കുമ്പോൾ മെഴുകുതിരില്ല ക്യാൻഡിൽ എടുത്തിട്ട് പതുക്കെ മുഖത്തോടെ ഇങ്ങനെ ഉരുക്കി ഒഴിക്കുമായിരുന്നു പറയുന്നത്. അത്രയ്ക്ക് ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു സ്വഭാവം വരും. ഒരു സെൻറ്റിമെൻറ്റ്സ്, അതായത് മക്കളോടായിക്കോട്ടെ ഭാര്യയോടായിക്കോട്ടെ, നോ ഇമോഷണൽ കണക്ഷൻ. സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ദേ ബിഹേവ് ആസ് ഇഫ് ദ വെരി ക്രൂവൽ, ഭയങ്കര ക്രൂവൽ നേച്ചറിലേക്ക് വരും. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതേ ട്രൈറ്റ് ഇവർ പതുക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അറിയില്ല, അവരറിയാതെ തന്നെ വരുന്ന ഒരു സ്റ്റേജാണത്. ഇവർക്ക് സിമ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. ദേ ആർ നോട്ട് സിമ്പത്തറ്റിക് അറ്റ് ആൾ. അപ്പോൾ മക്കളായാലും അവർ കരഞ്ഞാലോ അങ്ങനെയൊന്നും ഫീലിങ്സ് ഉണ്ടാവില്ല. പബ്ലിക്കലി, അതായത് പൊതുവെ പബ്ലിക്കിൽ വന്നു കഴിയുമ്പോഴേക്കും അവർ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ മക്കൾ എന്തെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പം പറയും, നിന്നെക്കൊണ്ടൊക്കെ വല്ലതും കൊള്ളാവോ എന്ന് ചോദിച്ച് സ്വന്തമായിട്ട് മാറ്റി നിർത്തി പറയുന്നതിന് പകരം പബ്ലിക്കലി നാട്ടുകാരുടെ മുമ്പിലും അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ കുട്ടി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മകൻ അനുഭവിക്കുന്ന മാനസിക സ്റ്റേറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. എപ്പോഴും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റോറീസ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദേ മേക്ക് ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റോറീസ്. അത് അവരുടെ ഒരു സക്സസ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കഥകളുണ്ടാക്കി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല കഥകളുണ്ടാക്കി മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി, ഇതൊരു അഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്യുന്നതാണ്. അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റോറീസാണ്. ഇവർക്ക് ഈ മക്കൾ എങ്ങനെ പോകണമെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. ദേ നീഡ് ദം ആസ് ദർ മാനേജ്. ആ മക്കൾ അവരുടെ മാനേജർ എന്ന രീതിയിലായിരിക്കും ഈ അപ്പന്മാർ കൊണ്ടുവരുന്നത്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് ഈ അപ്പന്മാർ മക്കളെ കൊണ്ടുവരും. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള അപ്പന്മാരുടെ ഒരു നെഗറ്റീവ് സൈഡ്. സോ ഇവരറിയാതെ ചെയ്യുന്നതാണ്. NPD ട്രേഡ്സ് ഉള്ള അപ്പന്മാർക്ക് ഒരു പ്രത്യേകത, ഇവരൊരിക്കലും ചേഞ്ച് ആവില്ലെന്ന് ഇവർക്കറിയാം. ഇവർക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഹൈ പെർഫെക്ഷനിസ്റ്റിക് നേച്ചർ വരും. അവർ ചെയ്ത അനുഭവങ്ങൾ നിരത്തിയിട്ടായിരിക്കും പറയാം, ഇതേ ഇത്ര സമയം കൊണ്ട് ചെയ്തിരിക്കണം, ഇത്ര ടൈം ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കണം ലൈഫിൽ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവില്ല എന്ന്
കൃത്യമായിട്ട് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് വരും. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവർ ഓവർ സെക്സ്വൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇവർ ഭാര്യമാരെ സമീപിക്കും. അത് കഴിയുമ്പോഴേക്കും ഇവർ ഫ്രീ ആക്കി വിടും. കാരണം ഭയങ്കര സെൽഫിഷാണ്, ഓവർ സെൽഫിഷ്നെസ് പറയും. ഇപ്പോൾ പിന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സും ഉണ്ടാകാം. കാരണം ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാരുടെ പ്രത്യേകത, ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇപ്പോൾ അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകും, ആ റിലേഷൻഷിപ്പിൽ സസ്റ്റെയിൻ ചെയ്യില്ല. അത് പെട്ടെന്ന് തന്നെ ബ്രേക്കായി പോകും. അപ്പോൾ അവരിങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇമോഷണലി ദേ ആർ കണക്ട്, അവർക്കൊരു സെൽഫിഷ് നേച്ചർ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർ എന്ന് തിരിച്ചറിയുന്നു അന്ന് തൊട്ട് അവർക്ക് ചേഞ്ച് വരും. ആ തിരിച്ച് വരണ സമയത്ത് ദേ ആർ ഇമോഷണലി കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കുറ്റം പറയാം, അവർ തിരിച്ചറിവുണ്ടായി അവരുടെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചെന്ന് അറിഞ്ഞാൽ ദേ ആർ ബ്രോക്കൺ. ആ ഒരു സ്റ്റേജിന് പതുക്കെ അവർ കരകയറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ചിലർക്ക് ഒരു ബോർഡർ ലൈൻ കണ്ടീഷൻ പേഴ്സണാലിറ്റി വരെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇമോഷണലി പെട്ടെന്ന് ഹൈപ്പാവുകയും പെട്ടെന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരും. കാരണം അവരെ നാർസിസ്റ്റിക്കായി തിരിച്ചറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ, മക്കളാണെങ്കിലും മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ രീതിയിലേക്ക് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നാർസിസ്റ്റിക്കാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദേ ആർ ബ്രോക്കൺ. അപ്പോൾ അതൊരു ട്രൈറ്റാണ്. പക്ഷേ ദർ ഈസ് നോ അതർ സോഴ്സ്. അത് ഇതൊരു സ്റ്റേജിൽ കടന്നു പോകാതെ അവർക്ക് അതിനകത്ത് പുറത്ത് ചാടാനുള്ളൊരു മാർഗ്ഗമില്ല. നാർസിസ്റ്റിക് അപ്പന്മാർ ഒരു മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം, അവർ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ദേ ഹാവ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ചിൽഡ്രൻ. അത് പ്രോഗ്രസീവ്ലി അവരറിഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാധാരണ കേസുകളിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർ ഒരിക്കലും തിരിച്ചറിവുണ്ടാകും. എൻ്റെ തിരിച്ചറിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്തൊരു ട്രൈറ്റ് നോക്കാം, എന്താണ് അവരുടെ അടുത്ത ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് നോക്കാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാർ പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും. പെട്ടെന്ന് ഇത് ചെറിയ കാര്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് ദേഷ്യപ്പെടും, റേസ് ചെയ്യും, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം വേറെ ആൾ ഒച്ച എടുക്കരുത്, ഇവർ മാത്രം ഒച്ച എടുക്കാവുള്ളൂ എന്നുള്ളൊരു പിടിവാശിയുണ്ടാവും. അവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ പറയുന്നതാണ് ശരി, അത് വിശ്വസിച്ചാൽ മതി, അതില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ എന്ന് പറയുന്ന സ്വഭാവമുള്ള പേരൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ പറയുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു ട്രേറ്റ് ഉണ്ടെന്ന് ഇവർ തന്നെ തിരിച്ചറിയുന്നത്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇവർ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാകും. കാരണം മക്കൾക്ക് ഒരു രീതിയിൽ പ്രോഗ്രസ് ഇല്ല. എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നതും ഇതേ സ്വഭാവമുള്ള മകൻ വന്ന് പറഞ്ഞു അപ്പന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറഞ്ഞതോടുകൂടി പുള്ളിക്ക് അത് വാലിഡേറ്റ് ചെയ്യണം, എനിക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് തെറപ്പി എടുക്കണം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഫാമിലി മുഴുവനും പ്രശ്നമാണ്. മകനൊരു കല്യാണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ മകൻ്റെ കല്യാണത്തിന് ചെല്ലുമ്പോൾ അപ്പം പറയും, മകൾക്ക് ഇത്രയും മുടി വേണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം, വിദ്യാഭ്യാസം വേണം, കാണാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, ഈ ഇത് തറവാടിയായിരിക്കണം എന്നൊക്കെ പറയുന്നതല്ല. ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് പുള്ളി തീരുമാനിക്കും. അദ്ദേഹം തീരുമാനിച്ചിട്ട് വേണം ഇങ്ങനെ കൊണ്ടുവരാൻ. ഈ മകനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ആ പ്രണയം പോലും പുള്ളി പറഞ്ഞു അത് നടക്കില്ല, ഞങ്ങളുടെ ഫാമിലിക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ രീതിക്ക് 36 വയസ്സായിപ്പോൾ ഇനി ഒരിക്കലും കല്യാണം നടക്കില്ല എന്ന രീതിയിലേക്ക് ആ കൊച്ചു ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാരുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ എന്താണോ അതിൽ പൂർണ്ണമായിട്ടും അത് തന്നെ നടത്താവുള്ളൂ എന്ന ചിന്തയിലേക്ക് അവിടെ മനസ്സെത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസ്, ഫാദർ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ അവർ ഇതൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ അവർക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. യു ഷുഡ് നോ ദിസ് ഇസ് ദി ട്രൈറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ അവർക്ക് തന്നെ കറക്ഷൻസിന് പറ്റും. സോ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് നാർസിസ്റ്റിക്കൽ അമ്മ എന്തായിരിക്കും, അവരുടെ മക്കൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം എന്താണെന്നുള്ളതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അൻറ്റിൽ ദെൻ, see you. This is Jinu James signing in. Thank you.